നമ്മളൊരു സുവിശേഷ റാലിയോ സുവിശേഷ യോഗമോ നടത്തുമ്പം ആ റോഡിൻ്റെ സൈഡിൽ കൂടെ വളരെ ഒതുങ്ങിയാണ് ചിലർ പോകുന്നത്. അതും പ്രശ്നമാണ്. ചിലരുടെ നോട്ടവും വണ്ടി കൊണ്ട് ഇടിപ്പിക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് വെള്ളവസ്ത്രം ധരിച്ചാന്നേ പറയുകയും വേണ്ട. അതുകൊണ്ട് ഇപ്പം നമ്മുടെ ആൾക്കാർ കഴിവിൻ്റെ പരമാവധി വെള്ളവസ്ത്രം ധരിക്കാതാ. അതെ, ഭാവിച്ചുകൊണ്ട് ഞാനൊക്കെ കടും കളറിട്ടാ വരച്ചത്, രക്ഷപ്പെടണ്ടേ? നമ്മൾ ചെയ്ത പ്രശ്നമാണ്. അതേസമയം നിങ്ങൾ ചില സ്ഥലത്ത് ചെന്ന് റോഡിൻ്റെ നടുക്ക വിളക്ക് കത്തിച്ച് വെച്ചേക്കുന്നത്, ഡെസ്ക് ഇട്ട്. ഞാൻ തമാശ പറഞ്ഞതല്ല. ആർക്കും ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ അത്യാവശ്യം നമ്മളെ എന്ന് പറഞ്ഞാൽ ഇതിലേ വിടുകയില്ല. നിങ്ങളെല്ലാം ആലിൽ തുള്ളും പോലെ തുള്ളുന്നേ ഉള്ള കാര്യമല്ലേ പറയാനേ? അതുകൊണ്ട് നമ്മൾ അപ്പൊ ചില വിഷയത്തിൽ അവർക്ക് ഭയങ്കര അധികാരമാണ്. അപ്പൊ ഈ 7 തല 10 കൊമ്പ് അത് സാത്താന്റെ ശക്തിയാണ്. അത് സ്വർഗത്തിൽ. അപ്പൊ സ്വർഗത്തിൽ സാത്താൻ അവിടെ ചെന്നിരിക്കുന്നു. ഇയ്യോബിന്റെ വിഷയത്തിൽ പോവുകയും വരികയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല സ്വർഗത്തിൽ പടവെട്ടുന്നു. തന്റെ ദാസിദാസന്മാരെ പറ്റി നിരന്തരം രാപകൽ അപമാനം പറയുന്നു. ഇതെല്ലാം നടക്കുക. എന്നാൽ ഇനി ഒരു യുദ്ധമുണ്ട് സ്വർഗത്തിൽ. അതാണ് 7-ാം വാക്യം വായിച്ചേ. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. മീഖായേൽ പ്രധാന ദൂതനാ. ഒരു കാര്യം പറയാ, നിനക്ക് അവൻ ചെയ്യാൻ പറ്റാത്തത് നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി ചെയ്യിപ്പിക്കും. നിനക്ക് ചിലരോടും ചില വിഷയത്തിൽ പടപൊരുതുവാൻ ആവത് കാണത്തില്ല. പക്ഷേ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം തന്റെ ദൂതനെ ഇറക്കും. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമറിഞ്ഞവരെ വിടുവിക്കും. ദാനിയേൽ പറയുക, രാജാവ്, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ വിട്ട് സിംഹത്തിന്റെ വായ അടച്ചു. നിനക്കെതിരെ വളർന്നു നിൽക്കുന്ന വൈരികളുടെ വായ അടയ്ക്കുവാൻ ദൈവം ദൂതനെ ഇറക്കും. നിനക്ക് വിരോധമായി മന്ത്രിക്കുന്ന ചിന്തിക്കുന്ന അവൻ അത് ഉച്ചരിക്കുന്ന വായെ ദൈവം ദൂതനെ വിട്ട് അടയ്ക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ ഭക്തന്മാരുടെ ചുറ്റും അവന്റെ ദൂതന്മാർ പാളയമറിഞ്ഞവരെ വിടുവിക്കും. നിനക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. നീ യാത്ര ചെയ്യുമ്പോൾ നിനക്ക് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. നിന്റെ ഭവനത്തിന് ചുറ്റും ദൈവത്തിന്റെ ദൂതനുണ്ട്. ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്ക്. ദൂതനെ അയച്ചു വിടുവിക്കുന്ന ദൈവം, ദൂതനെ അയച്ചു വിടുവിക്കുന്ന ദൈവം, ദൂതനെ ഇറക്കി വിടുവിക്കുന്ന ദൈവം, ദൂതനെ ഇറക്കി വിടുവിക്കുന്ന ദൈവം. ദൈവത്തിന്റെ മഹത്വം. അടാ ദല 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 ദിരി ഓ റിബിഗമനബടബല ദിരിബിഗമനബടബല അംശജാല വൈഡവൽക്കന ഓ ജീസസ് യേശുവിന്റെ നാമത്തിൽ ജയം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മുമ്പേ കേട്ടല്ലോ കർത്തദാസനെ കൂടി. ആമേൻ, സ്തോത്രം. അപ്പോസ്തലൻ പറയുക, ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമായ കർത്താവ് കഴിഞ്ഞ രാത്രി തന്റെ ദൂതനെ അയച്ചെന്ന്. പത്രോസിന് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി. സഭ പ്രാർത്ഥിക്കുക. ദൂതൻ വന്ന് പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി. അതെന്നാന്ന് ചോദിച്ചാൽ ഈ ചില മർമ്മസ്ഥാനത്ത് അടിച്ചാലേ ചിലർ എഴുന്നേക്കുള്ളൂ. അല്ല, ചുമ്മാ വന്ന് പീറ്ററെ എഴുന്നേക്കാൻ പറഞ്ഞ വിലാപ്പുറത്തടിച്ച്. ഇവിടെ മർമ്മസ്ഥാനം ഉണ്ടെന്നാ, ഈ ശരീരത്തിലൊക്കെ തൊടുമർമ്മങ്ങൾ ഉണ്ടെന്നാ. തൊടുമർമ്മം അത് പഠിച്ചവർക്കറിയാം. ഇവിടെ തന്നെ ഏതാണ്ട് 18 പരം തൊടുമർമ്മം ഉണ്ടെന്നാ. ഇതിന് ലലാടഫലകം എന്നാ പറയുന്നത്. ലലാടഫലകം. ഈ ലലാടഫലകത്തിനകത്ത് തന്നെ 18 പരം തൊടുമർമ്മം. അത് ഇങ്ങനെ തൊട്ടാൽ മതി, ആള് തട്ടിപ്പോവും. പക്ഷേ എന്നാ യോഗം കഴിഞ്ഞൊരു 4 മർമ്മം എനിക്ക് പറഞ്ഞേച്ച് എനിക്ക് ചിലരോടൊക്കെ ഇച്ചിര കാരണം തൊട്ട ഉടനെ തട്ടിപ്പോവുകയാണെങ്കിൽ ഒത്തിരി മർമ്മം വേണ്ട. ഒരു 3 മർമ്മം ഒന്ന് എനിക്കും അറിയത്തില്ല, പറഞ്ഞുള്ള അറിവാ. എനിക്കറിയാമായിരുന്നെങ്കിലോ. അപ്പൊ ആ മർമ്മം ഒന്നും പഠിക്കണ്ട. പൗലോസ് പറഞ്ഞ മർമ്മം മതി, സ്വർഗീയ മർമ്മം. അപ്പൊ എന്തായാലും കൊള്ളാം. വിലാപ്പുറത്ത് അടിച്ചു, എഴുന്നേറ്റു, ദൂതനെ ദൈവം ഇറക്കി. 1-ാം കാവലും 2-ാം കാവലും സ്തോത്രം ഇരുമ്പുവാതിൽ സ്വതവേ തുറന്നു എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും തുറക്കാൻ പറ്റാത്ത വാതിൽ ദൈവം ദൂതനെ അയച്ചു തുറക്കും. ഇന്ന് പകൽ ചില വിഷയത്തിൽ മനോഭാരത്തോടെ വന്നവരുണ്ട്.
ഈ വിഷയത്തിന് എങ്ങനെ പരിഹാരം ഉണ്ടാകും, എങ്ങനെ മറുപടി ഉണ്ടാകും, ഈ വിഷയത്തിന് നീക്കുപോക്ക് ഉണ്ടാകുമോ എന്ന് അവൻ ചിന്തിച്ചും മനോവേദനയോട് ഇരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. നിന്നോട് ദൈവം വചനത്തെ കൊണ്ട് ദൂര് പറയുക, നിനക്ക് തുറക്കാൻ പറ്റാത്തതിന് ദൈവം തുറക്കും, നിനക്ക് അസാധ്യമാണതിന് ദൈവം സാധ്യമാക്കും. നീ ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. നിന്നെ കൊണ്ട് കഴിയാത്തത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. വഴികൾ തുറക്കട്ടെ. ആര് മടക്കാതെ വണ്ണം തുറക്കുകയും ആര് തുറക്കാതെ വണ്ണം അടച്ചുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പുത്തൻ വഴികൾ തുറക്കട്ടെ. ദൈവം വഴി ഒരുക്കി തരട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. തന്റെ പ്രധാന ദൂതനാകുന്ന മീഖായേൽ, തന്റെ പ്രധാന ദൂതനാകുന്ന മീഖായേൽ കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വീറയ്ക്കുമേ. കാഹളങ്ങൾ ഊതിടും ഭൂതലം വീറയ്ക്കുമേ. അതേ സമയത്ത് ഭയപ്പെടുന്നു. ആ 11ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് ആമേൻ നമുക്ക് ജയമുണ്ടെന്ന. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് ജയമുണ്ട്. എങ്ങനാ ജയം? ഒരു ദൈവ പൈതൽ ആമേൻ ജയാളിയായിട്ട് മുൻപോട്ട് പോകണം. പരാജയത്തിന്റെ വാക്ക് പറയരുത്, നിരാശയുടെ പദം പറയരുത്, ആമേൻ പണ്ടപ്പരപ്പ് പറയരുത്. നമ്മുടെ വായിന്ന് ജയത്തിന്റെ പാട്ടുയരണം. സ്തോത്രം, 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 സ്തോത്രം. പരാജയത്തിന് ഒന്നും വാചകം വായിന്ന് വരരുത്. നാവിന്മേലാ ജീവനും മരണവും. അത് ഇഷ്ടപ്പെടുന്നവൻ അവന്റെ ഫലം അങ്ങനെ എഴുതിയേക്കുന്നത്. അത് ഇഷ്ടപ്പെടുന്നവൻ, നീ ജീവനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഫലം അനുഭവിക്കും. സ്തോത്രം. നീ നന്മ ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് അനുഭവിക്കും. നീ വിടുതൽ പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് അനുഭവിക്കും. നീ നീക്കുപോക്ക് പ്രതീക്ഷിക്കുന്നെങ്കിൽ അനുഭവിക്കും. ഉദ്ധാരണം ആഗ്രഹിക്കുന്നെങ്കിൽ അനുഭവിക്കും. വായിലാണ് ജീവനും അവൻ മരണവും, നാവിന്മേലാ. അതുകൊണ്ട് വിശ്വാസത്തിന്റെ വാക്ക് ദൈവമക്കൾ പറയാവൂ. സ്തോത്രം, 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 സ്തോത്രം. നിരാശയുടെ പരാജയത്തിന്റെ പദം വായിന്ന് വരരുത്. നമുക്ക് ജയമുണ്ട്. കാരണം നമ്മൾ ജയിച്ചവന്റെ കൂടാ നിൽക്കുന്നത്. ആരാ ജയിച്ചവൻ? യേശു ക്രിസ്തു. എന്തിനു ജയിച്ചു? എല്ലാത്തിനെയും ജയിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണല്ലോ നമുക്ക് ജയമുണ്ടാകുന്നത്. നിങ്ങൾക്ക് അറിവുള്ള വാക്യമാ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 57-ാമത്തെ തിരുവെടുത്ത് നിങ്ങൾക്കെല്ലാം മനപ്പാഠമായി. എന്നാലും ഉറക്കെ ഒന്ന് വായിച്ചോ. 15:57 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15:57 വായിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവ പൈതലിന് ജയമുണ്ടാകുന്നത് യേശുക്രിസ്തു മുഖാന്തരമാണ്. IPC മുഖാന്തരമല്ല, ചർച്ച് ഓഫ് ഗോഡ് മുഖാന്തരമല്ല, അസംബ്ലീസ് ഓഫ് ഗോഡ് മുഖാന്തരമല്ല, ഷാരോ മുഖാന്തരമല്ല, TPM മുഖാന്തരമല്ല, ഒരു സംഘടന മുഖാന്തരവുമല്ല, അവ പണം മുഖാന്തരമല്ല, പൊളിറ്റിക്കൽ ബലം മുഖാന്തരമല്ല, കുടുംബസേട്ടത കൊണ്ടല്ല, മറ്റൊന്നുമല്ല, കായബലം കൊണ്ടല്ല. നമുക്ക് ജയമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം. ജയാളിയായി ഒരുവൻ യേശുക്രിസ്തു. മരണത്തെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ, ലോകത്തെ ജയിച്ചവൻ, ശാപത്തെ ജയിച്ചവൻ, രോഗത്തെ ജയിച്ചവൻ, ജയാളിയാകുന്ന യേശു. നിനക്ക് ഇന്ന് പകൽ ജയമുണ്ട്. നിനക്ക് ജയമാ. നിന്റെ പരാജയം മാറ്റാൻ പോകുക, നിന്റെ തകർച്ചകളെ മാറ്റാൻ പോകുക, നിന്റെ നിരാശകളെ മാറ്റാൻ പോകുക, നിന്റെ തകർച്ചകളെ ദൈവം മാറ്റാൻ പോകുക, നിന്റെ തകർച്ചകളെ ദൈവം മാറ്റും. ദൈവം നിനക്ക് ജയം നൽകും. ദൈവം നിനക്ക് ജയം നൽകും. ദൈവം നിനക്ക് ജയം നൽകും. ദൈവം നിനക്ക് ജയം നൽകും. വിടുതലെടുക്ക്, വിടുതലെടുക്ക്, വിടുതൽ, വിടുതൽ, വിടുതൽ. നിനക്ക് ജയമുണ്ട്, ജയമുണ്ട്, ജയമുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയം. നമുക്ക് ജയമുണ്ട്, ജയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ നമുക്ക് ജയം? ഒന്ന്, യേശുക്രിസ്തു മുഖാന്തരം. പിന്നെ 11ാമത്തെ വാക്യത്തിൽ 2 വിഷയത്തിൽ ഇന്നലെ സൂചിപ്പിച്ചു. ഒന്ന്, രക്തത്താൽ ജയം. യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ. കാരണം അത് പരിശുദ്ധ രക്തമാണ്. നമ്മുടെ രക്തം പരിശുദ്ധമല്ല. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിലുള്ളത് മറ്റൊരു ഗ്രൂപ്പിനോട് ചേരാത്ത. ഭാര്യയോട് ഭയങ്കര തൃപ്തിയാ. എന്നാ ഒരു 4 കുപ്പി അങ്ങ് എടുത്തോന്ന് പറഞ്ഞാ ഡോക്ടർമാര് സമ്മതിക്കത്തില്ല. ഷാജിയാനോട് ഭയങ്കര മമതയാ. എന്നാൽ ഒരു 7 കുപ്പി അങ്ങ് ഊറ്റിക്കോന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പറയും ഊറ്റ
പരിശോധിച്ചേച്ചു ഇത് തമ്മിൽ പൊരുത്തപ്പെടുവോന്നു. പണ്ടൊരാൾ പറഞ്ഞ പോലെ സ്നേഹക്കെ സ്നേഹ ബട്ട് കപ്പക്കിടയെന്നോ. പിള്ളേര് കപ്പക്കിടയിൽ കൂടെ കപ്പയിട്ട് കിളിച്ച് വരിക. അപ്പം കിളിച്ചങ്ങോട്ട് വരുന്നേ ഉള്ളൂ. അപ്പം പിള്ളേർ ഓടിയപ്പം അയലത്തെ പിള്ളേരാ ഓടുന്നത്. ഇവർ തമ്മിൽ വലിയ സ്നേഹമാണ്, അപ്പുറത്തുകാരനും ഇപ്പുറത്തുകാരനും. എന്നിട്ട് പുള്ളി പറഞ്ഞതാ, ചാക്കോച്ച സ്നേഹക്കെ സ്നേഹ ബട്ട് കപ്പക്കിടയെന്നോ. മനസ്സിലായോ? എന്ന് പറഞ്ഞ സ്നേഹക്കെ സ്നേഹ, പക്ഷെ ഗ്രൂപ്പ് പൊരുത്തപ്പെട്ടില്ലെങ്കിൽ പുള്ളിക്കാരി അത്ത് പോകും. അങ്ങനെ കൊടുത്താ ഇങ്ങോട്ട് തന്നാലും അങ്ങനെ, ഞാനാന്നാലും അങ്ങനെ. എന്നാൽ അതിന് കാരണം നമ്മുടെ എല്ലാം രക്തത്തിൽ പാപമുള്ള രക്തമാണ്. എന്നാൽ പാപമില്ലാത്ത ഒരേ ഒരു രക്തം, യേശുവിന്റെ പരിശുദ്ധ രക്തം, നിർമ്മല രക്തം, ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം, അത് വിലയേറിയ രക്തം, അത് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാട്ടിന്റെ രക്തമാണെന്നെ വീണ്ടെടുത്തത്, കുഞ്ഞാട്ടിന്റെ രക്തമാണെന്നെ വീണ്ടെടുത്തത്, തന്റെ ജീവൻ തന്നെയാണെന്നെ നടത്തുന്നതും, തന്റെ ജീവൻ തന്നെയാണെന്നെ, തന്നെയും തന്റെ കഷ്ട പാടുകൾ തൻ മരണം, തന്നെയും തന്റെ കഷ്ട പാടുകൾ തൻ മരണം, തൻ പുനരുത്ഥാന ശക്തി കഴിഞ്ഞ നന്നായി അനുഭവിച്ചിന്നും വണങ്ങും, തൻ പുനരുത്ഥാന ശക്തി കഴിഞ്ഞ നന്നായി അനുഭവിച്ചിന്നും വണങ്ങും. കുഞ്ഞാട്ടിന്റെ രക്തമാ എന്നെ വീണ്ടെടുത്തത്, കുഞ്ഞാട്ടിന്റെ രക്തമാണ് എന്നെ വീണ്ടെടുത്തത്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. നമുക്ക് ജയമുണ്ട്. എങ്ങനെ? യേശുവിന്റെ രക്തത്താൽ, പരിശുദ്ധ രക്തത്താൽ എനിക്ക് നിങ്ങൾക്ക് ജയമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾക്ക് അറിവുള്ളതാ, പ്രതിസന്ധിയും പോരാട്ടവും വരുമ്പോൾ അങ്ങോട്ട് മുട്ടയിലിരുന്ന് പറയണം, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ എനിക്ക് ജയം, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ എനിക്ക് ജയം, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ എനിക്ക് ജയം. രോഗപീഠകൾ അലട്ടുമ്പോ പറ, യേശുവിന്റെ രക്തത്താൽ എനിക്ക് ജയം. മനോവേദന വർദ്ധിക്കുമ്പോ പറ, യേശുവിന്റെ രക്തത്താൽ എനിക്ക് ജയം. ശാരീരിക വിറകൾ വരുമ്പോ പറ, യേശുവിന്റെ രക്തത്താൽ എനിക്ക് ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. നിനക്ക് ജയമുണ്ട്, രക്തത്താൽ ജയം. കാൽവരി രക്തം, കാൽവരി രക്തം, യേശുവിന്റെ രക്തം. അടമന ജലതല രഗതന വിരിവിക ബലബല അടിൽ കടി തുടി തുടി ഊഷസ് കൈല ബലബല ധീര ഓ റിവിക ബലബല നിരാന്തല റിഗതല ഊഷസ് കൈല ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശുവിന്റെ രക്തത്താൽ ജയം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ജയം. ആമേൻ. സ്തോത്രം ഓർപ്പിച്ചല്ലോ. മാനസികമായ നിലയിലല്ല, നമ്മുടെ പോരിന്റെ ആയുധം ജഡീകവുമല്ല. നമുക്ക് ജയം യേശുവിന്റെ രക്തത്താൽ. ഒന്ന്, യേശു ക്രിസ്തു മുഖാന്തരം ജയം. രണ്ട്, അവിടുത്തെ തിരു രക്തത്താൽ ജയം. മൂന്ന്, സാക്ഷ്യവചനത്താൽ ജയം. നിനക്ക് പ്രാഗൽഭ്യത്തോടെ സാക്ഷ്യം ഉണ്ടെങ്കിൽ ജയമാ. നിന്നെ കാണുമ്പോ ചിലര് ചൂടും. നേർക്ക് ആരായല്ലമ്മ ചൂടും. കോട്ടാലി തള്ള പറയുമ്പോൾ അന്തും ബിന്ദുവൊക്കെ ഇല്ലാത്തപ്പം ഇന്നലെ ഉണ്ടായിരുന്നു അവിടെ. ഇല്ലാത്തപ്പോ അന്തും ബിന്ദുവൊക്കെ പറയും. നീ അങ്ങോട്ട് നേരെ എന്നേ. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. അപ്പൊ ഒന്ന്, യേശു ക്രിസ്തു മുഖാന്തരം ജയം. രണ്ട്, അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ജയം. മൂന്ന്, സാക്ഷ്യവചനത്താൽ നമുക്ക് ജയം. നാല്, വായിപ്പിക്കുന്നില്ല, യാക്കോബ് 4:7 എതിർത്ത് നിൽക്ക്, അന്നേരം ജയം. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുക. അപ്പോൾ ഇത് ഈ സാത്താനോട് എതിർത്ത് നിന്നാൽ നിനക്ക് ജയം. അവനെ കണ്ട് നീ ഓടാനല്ല, നിന്നെ കണ്ട് അവൻ ഓടണം. അവൻ നിന്നെ കണ്ട് ഓടണമെങ്കിൽ അവൻ സർവായുധവർഗം ധരിക്കണം. ചുമ്മാ കയറി ആട്ടുകയും ചീറ്റുകയും ചെയ്ത മുമ്പേ കേൾപ്പിച്ചല്ലോ, സ്കേവായുടെ പിള്ളേരുടെ ദേഹത്ത് ആടിക്കയറിയ പോലെ അവസാനം മുറിവേറ്റവരായിട്ട് ഓടി. അതല്ല വിഷയം, ഉടുതുണിയില്ലാതാ ഓടിയത്. മുറിവേറ്റത് പിന്നെ നമുക്ക് എന്തെങ്കിലും സഹിക്കാം. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ കൊണ്ട് പറഞ്ഞ പോലെ തുണിയും മണിയൊന്നുമില്ല, അവൻ ഓടിയടാന്ന്. ആയിക്കോട്ടെ, പ്രൈസ് ദി ലോർഡ്. അങ്ങനാ പോയത്. നമുക്ക് ജയമുണ്ട്. എതിർത്ത് നിന്നാൽ ജയം. എതിർത്ത് നിൽക്കണമെങ്കിൽ സർവായുധവർഗം ധരിക്കണം. പ്രൈസ്. വിവരിക്കുന്നില്ല.
അടുത്തത് നമുക്ക് ജയം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, അധികാരം തന്നിട്ടുണ്ട് കർത്താവ്. നമ്മളെ ശുശ്രൂഷയ്ക്ക് ഇറക്കിയപ്പോൾ ഒരു അധികാരം. ലൂക്കോസ് 10:19 വായിച്ചേ. അറിവുള്ള വാക്യമാ. 10:1 മുതലാ വായിക്കേണ്ടത്. നേരമില്ല എങ്കിലും 10:19 വായിച്ചോ. 10:19 ലൂക്കോസ് വായിക്കുകയല്ലേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ജയം അങ്ങനെ അധികാരമുണ്ട്. ഈ അധികാരം ആമൻ സ്തോത്രം ഇവിടുത്തെ ഗവൺമെന്റ് തന്ന അധികാരമല്ല, സ്വർഗീയ ഗവൺമെന്റിന്റെ അധികാരമാണ്. നിന്നെ ശുശ്രൂഷയ്ക്ക് ഇറക്കുമ്പോൾ ദൈവം അധികാരത്തോടെ ഇറക്കിയിരിക്കുന്നത്. നീ ഒരു വാക്ക് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. യോശുവയോട് പറഞ്ഞല്ലോ, ഭ്രമിക്കുകയും പേടിക്കുകയും ചെയ്യരുത്. അധികാരത്തിന് ശുശ്രൂഷ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് ജയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ജയമുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഇപ്പൊ തന്നെ സമയം അതിക്രമിച്ചല്ലോ. ദൈവത്തിന് മഹത്വം. നമുക്ക് ജയം. സക്കറിയ 4:6. ആമേൻ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ. ദൈവാത്മാവിനാൽ നിനക്ക് ജയമുണ്ടെന്ന്. നീ പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, അന്യഭാഷ പറഞ്ഞ് നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ആമേൻ, നമുക്ക് ജയമുണ്ട്. ഇതെല്ലാരും അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുമ്പോൾ ഇങ്ങനെ കുറുക്കനിരിക്കുമ്പോൾ ഇരിക്കുക. നിന്നെ പിശാച് ചപ്പും. ഇത് കൂടുതൽ ഞാൻ അങ്ങനെ ഇനിയും പിശാച് നിന്നെ ചപ്പും. അപ്പൊ ചൊല്ലിയിരിക്കുക, ഇനി എന്നാ ചപ്പാനാ ചാപ്പി ചണ്ടിയാക്കി. പണ്ട് വാവല് പഴമാങ്ങ ചപ്പി ഇടുന്നത് പോലെ. ഞാനൊരു കാര്യം പറയാം. നമുക്ക് നാളെ അവസരം കിട്ടുമോന്ന് അറിയത്തില്ല. ലഭിക്കുന്ന അവസരത്തിൽ ആത്മ നിറവിൽ ദൈവത്തെ ആരാധിച്ചോണം. കൃപകൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല കയറ്റും. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപ്രബോധം നീ ആരായിക്കോട്ടെ, ആരുമാകട്ടെ, ഞങ്ങൾക്ക് ഇത് വിഷയമല്ല. അവൻ ആത്മനിറവിൽ ആരാധിക്കുമ്പോൾ, പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ആത്മശക്തിയിൽ ആരാധിക്കുമ്പോൾ നിനക്ക് ജയമാ. ഓ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഓ ബല ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, നിനക്ക് ജയമാ. നിനക്ക് ജയം, 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 ജയം. നമുക്ക് ജയമുണ്ട്, ജയമുണ്ട്, ജയമുണ്ട്. പരാജയം മാറട്ടെ, നിരാശ മാറട്ടെ, തകർച്ച മാറട്ടെ, തളർച്ച മാറട്ടെ, എല്ലാ കെടുതികൾ മാറിപ്പോകട്ടെ. ആ പാട്ടിന്റെ ഈരടികൾ ചേർന്ന് പാടാൻ. രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച്, രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട ഒന്നിച്ച് കാഹളങ്ങൾ ഊതിടുമ്പോൾ ഗംഭീരക്കുമേ കാഹളങ്ങൾ ഊതിടുമ്പോൾ. ഓ ജയം, ജയം, ഹല്ലേലൂയ, ജയം, ജയം, എപ്പോഴും ജയം, ജയം, ഹല്ലേലൂയ, ജയം, ജയം. യേശുനാഥ നാമത്തിനു ജയം, ജയം എപ്പോഴും. ഓ യേശുനാഥ നാമത്തിനു ജയം, ജയം എപ്പോഴും. ഓ വാദ്യാഘോഷങ്ങളോടുന്ന ജയത്തിന്റെ പാട്ടുകൾ, വാദ്യാഘോഷങ്ങളോടെ ജയത്തിന്റെ പാട്ട്. ഓ ആഘോഷമായി പാടിടുക ശുദ്ധിമാൻ സഭയിൽ, ആഘോഷമായി. ഓ ശുദ്ധിമാന്മാർ. ഓ ജയം, ജയം, ഹല്ലേലൂയ, ജയം, ജയം എപ്പോഴും. ജയം, ജയം, ഹല്ലേലൂയ, ജയം, ജയം. ഓ യേശുനാഥ നാമത്തിനു ജയം, ജയം എപ്പോഴും. എന്റെ യേശുനാഥ നാമത്തിനു ജയം, ജയം എപ്പോഴും. ഓ വാദ്യാഘോഷങ്ങളോടെ ജയത്തിന്റെ ഓ ശുദ്ധിമാന്മാർ സഭയിൽ, ആഘോഷമായി പാടിടുക ശുദ്ധിമാൻ സഭയിൽ. ജയം, ജയം, ഹല്ലേലൂയ, ജയം, ജയം. ഓ ജയം, ജയം എപ്പോഴും. ഓ യേശുനാഥ നാമത്തിനു ജയം, ജയം. ഓ ജയം, ജയം, ഹല്ലേലൂയ, ജയം, ജയം എപ്പോഴും. ജയം, ജയം, ഹല്ലേലൂയ, ജയം, ജയം. ഓ യേശുനാഥ നാമത്തിനു ജയം, ജയം എപ്പോഴും. പൊന്റെ യേശുനാഥ നാമത്തിനു ജയം, ജയം എപ്പോഴും. ഓ ജയം, ജയം, ഹല്ലേലൂയ, ജയം, ജയം എപ്പോഴും. ജയം, ജയം, ഹല്ലേലൂയ, ജയം, ജയം എപ്പോഴും. യേശുനാഥ നാമത്തിനു ജയം, ജയം. ഓ നിഗമല ബടബല വിരിവി ഖമനബ ധിരബല ബടബല അടയാ ധിരയാ രഗദല വിരബല ബലബല. ആരാധിക്കാം, ആരാധിക്കാം. ധീരാജാലക ധിരബല ബടബല വിരബല ബൗഡല ധീരബല ബൗഷ സൈദല യാല അടയാ ധനയാ രഗദ രഗദ അടബല വിരിവി ഖമനബ ധുരബല ബടബല ധീരഗജാതക ഹീവല വൈഡല അർത്തൽ കടകല ധീരാ ജലല വൈഡല. ഓ ധീവര ബടബല വിരിവി
അടയാതനയാ രഗദാ ജഗദല ഭൈഡൽ കമനബ ധിരബല ബലബല ഊടബല ബലബ ധീബല ബലബല ഓ റിബിരി ബിരി ബല ബലബല അടിത്തല ദല തുരി ദലോരവ ജൈദൽ ദൈവത്തിന് മഹത്വം 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 ഊടാ ജാല ധാര ധാര ഭൈഡബല ബലബല അടബൽ കുടബല ബൗഡൽ കമനബ ധിരബല ബലബല ഓ ജീസസ് ഉടാരബ ശബദബല ബലബല വിരിബിഗമന ബലബല ധിരബല ബലബല ധീരാ ജലാദലാദല ഓ ജീസസ് കരമുയർത്തി ഹല്ലേലൂയ പാടാ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ കർത്താവിന്റെ വലിയ ദാസൻ മോനി ചെന്നത്തലി അവർ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ഈ സഭായോഗം ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കും.